ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിനകത്ത് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ സ്റ്റുഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫോട്ടോ എടുത്തതിന് ശേഷം അവർ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ സ്മൂത്ത് ആക്കി തരുന്നത്. അതായത് ബ്ലാക്ക് സ്പോട്ടുകളും അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് അവർ തരിക. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ടൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഫോട്ടോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് പഠിക്കാം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻസുകൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പം നമുക്ക് വർക്കിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഞാൻ അല്പം ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. സൂം ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിലെ കൺട്രോൾ കീയും അതുപോലെ തന്നെ പ്ലസ് കീയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫേസിനകത്ത് ഒരുപാട് മാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിനെല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് എഡിറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ഫോട്ടോയിനെ എഡിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുന്നുണ്ട്. അതിനായിട്ട് കൺട്രോൾ ജെ പ്രസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോപ്പി ഞാൻ എടുത്തിട്ടുള്ളത് അവസാനം ജസ്റ്റ് ഫോട്ടോ കമ്പയർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു മാർക്കിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളാണ്. ഞാൻ ഇവിടുന്ന് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇവിടെ ഓപ്ഷൻ ബാറിനകത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് കീ ആയിട്ടുള്ള നമ്മുടെ കീബോർഡിനകത്ത് സ്ക്വയർ ക്ലോസിംഗ് ബ്രാക്കറ്റ് കീ യൂസ് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ സൈസ് അല്പം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള സൈസ് നമുക്ക് കൊടുക്കാം. നമുക്ക് ഇതുപോലുള്ള എല്ലാ മാർക്കുകളെയും ഈ ഒരു സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് റിമൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു മാർക്കുകൾ റിമൂവ് ചെയ്യാം. ഇവിടെ ചെറിയൊരു മാർക്ക് കൂടിയുണ്ട്, ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പം നമ്മുടെ ആ ഒരു ഫേസിനകത്തുള്ള മാർക്കുകളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സർ ബ്രഷ് ടൂളാണ്. ഇവിടെ ബ്രഷ് ടൂളിനകത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് മിക്സർ ബ്രഷ് ടൂൾ വരുന്നുണ്ട്. ഞാൻ ഈ ഒരു ടൂളിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൂളിൻ്റെയും ബ്രഷ് സൈസ് ഞാൻ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ വെറ്റ് കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊരു 22% കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു ലോഡ് ഓപ്ഷനിലും വാല്യൂ കുറച്ച് കൊടുക്കാം. മിക്സ് നമുക്ക് 30 തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലോ നമുക്കൊരു 20% കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വാല്യൂസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു ബ്രഷിൻ്റെ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഫേസിൻ്റെ എല്ലാ പോർഷനിലും നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ഒരു ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോർഷൻസ് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഹെയറിലേക്കൊന്നും കയറി പോകാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ സമയമെടുത്ത് ശ്രദ്ധിച്ച് തന്നെ ഇത് ചെയ്യണം. ഇതിൻ്റെ സൈസ് അല്പം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു നോസിന് ക്രോസ് ആയിട്ടൊന്നും ബ്രഷ് ചെയ്യരുത്. ഇതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ബ്രഷ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതെ തന്നെ ബ്രഷ് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ ആ കണ്ണിൻ്റെയൊക്കെ താഴെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു കണ്ണിൻ്റെ ഷേപ്പിൽ തന്നെ ബ്രഷ് ചെയ്യുക. ഇവിടെ കൂടി കുറച്ച് പോർഷൻ ഉണ്ട്, നമുക്ക് ഇവിടെയും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത്ര ഞാൻ ബ്രഷ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ കൂടുതലായിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇമേജിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഇമേജിനകത്ത് അല്പം ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇമേജിനകത്ത് പോവാം. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാം. ഇവിടുന്ന് ഞാൻ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ അല്പം കോൺട്രാസ്റ്റ് കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇത്രയും ആവശ്യമില്ല ബ്രൈറ്റ്നസ് അല്പം കുറച്ച് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു ഫേസിനകത്ത് ലൈറ്റിംഗ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ പഠിച്ചിട്ടുള്ള ഡോഡ്ജ് ടൂൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കൂടുതലായിട്ട് ഡാർക്ക് ആയിട്ടുള്ള ആ ഒരു പോർഷൻസിൽ നമുക്ക് ഈ ഒരു ടൂൾ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോയ്ക്കകത്ത് ആവശ്യമായിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്.
ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു ഫോട്ടോനെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫോട്ടോയുടെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്നതാണ്. നമ്മുടെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒറിജിനൽ ഫോട്ടോ കാണിച്ചു തരാം. നമ്മൾ മിക്സർ ബ്രഷ് ടൂൾ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു ഒറിജിനൽ ഫോട്ടോയിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ ഫേസ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങൾ ഫോട്ടോഷോപ്പിനകത്തുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് ഞാൻ ഇന്നിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക.